അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിംഗ് ചെയ്തത് നിങ്ങളെ കാണിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലുലു പോയിന്റ് വിശേഷങ്ങളെല്ലാം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒന്നും ഷോപ്പ് ചെയ്തിട്ടില്ല. ആമിച്ചിന് മാത്രമാണ് ഇന്നത്തെ ഷോപ്പിങ്ങിന് നമ്മൾ പോയത്. ആമിച്ചിന് മാത്രമുള്ള കുറച്ച് സാധനങ്ങൾ, കൂട്ടത്തിൽ അച്ചയ്ക്കും അച്ചച്ചനും ഒക്കെ കുറച്ച് സാധനങ്ങൾ എടുത്ത് ഞാനും അച്ചമ്മയും വെറും പോസ്റ്റായി അവിടെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും വാങ്ങാൻ സമയം കിട്ടിയില്ല. അപ്പോ നമുക്ക് തുടങ്ങാം. ഈ മൈക്ക് എന്തിനാ ഈ സ്കെയിലിൽ കുത്തി വെച്ചേക്കുന്നേന്ന് ചോദിച്ചാ, ഇത് രണ്ട് പെയറുള്ള, രണ്ടല്ല ഒരു പെയറായിട്ടാണ് കിട്ടുന്നത്. പിന്നെ സിംഗിൾ ആയിട്ടുള്ള ഒരു പീസും കിട്ടും. അപ്പൊ ഞാൻ മാത്രമല്ലേ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമില്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരെണ്ണം മാത്രമുള്ള ഇതാണ് എടുത്തത്. അപ്പൊ റീസെന്റ് നമ്മൾ രണ്ടുപേരുടെ വീഡിയോയിൽ വരാൻ തുടങ്ങിയത്. ഇനി രണ്ടെണ്ണമുള്ള സെറ്റ് വാങ്ങണം അല്ലേ അമിച്ചു? ഇതിപ്പം ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിലും ലുക്കിലല്ലേ വർക്കിലാണ് കാര്യം. ഓക്കെ, ഇതാണ് അമിച്ചുന് വാങ്ങിയ സ്കൂൾ ബാഗ്. അമിച്ചുന് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഓറഞ്ച്, നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളർ ബാഗായിരുന്നു ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് നല്ല ഫ്ലവേഴ്സ് പ്രിന്റ് ഒക്കെ ഉള്ള സാധനം. മുടി ആമിച്ചിന് പക്ഷെ ഇതാ ഇഷ്ടപ്പെട്ടെ. ആമിച്ചിന് പിന്നെ പിങ്ക് കണ്ട വേറൊരു ഓപ്ഷനിലേക്ക് അവള് പോത്തേയുള്ള. പിന്നെ ആമിച്ചു എന്താ ഇത് ഇഷ്ടപ്പെട്ടെന്ന് കാണാൻ നമുക്കതിന് ചോദിക്കാം. എന്താ ആമിച്ചു ഇത് എടുക്കാൻ കാരണം? ഇതിലെ ഹാർട്സ് എനിക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇത് ഭയങ്കര ക്യൂട്ടാട്ടോ, ഭയങ്കര ക്യൂട്ടാ. മൈക്ക് വരെ തെറിച്ചു പോയി. അമ്മാതിരി ക്യൂട്ടായിരുന്നു. മൈക്ക് വരെ തെറിപ്പിച്ച് കളഞ്ഞ ക്യൂട്ട്നെസ് ആയിരുന്നു. ഓക്കെ, പറഞ്ഞോ. പറഞ്ഞോ, സമയമില്ല. ഓക്കെ, ഇത് പിന്നെ സ്പേഷ്യസ് ആണ്. അമിച്ചിന്റെ ബുക്സ് എല്ലാം ഇതിനകത്ത് കൊള്ളും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ടിഫിൻ ബോക്സും ഒക്കെ വെക്കാം. ഇവിടെ സ്കൂളിലേക്ക് നമ്മൾ പ്രത്യേകം ടിഫിൻ ബോക്സ് ആണ് കൊടുത്തുവിടുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബാഗിനകത്ത് ടിഫിൻ ബോക്സും എല്ലാം കൂടെ വെച്ച ബാഗിനകത്ത് ഒരു സ്മെൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ ഈ ഒരു ബാഗിന് ഒരു വാറന്റി കാർഡൊക്കെ തന്നിട്ടുണ്ട്. എത്രയാണ്? 12 months ഇന്റർനാഷണൽ വാറന്റി കാർഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് ഏതാണ്? ജീൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് കേട്ടോ. കൊള്ളാം തോന്നുന്നു, നല്ലതാണെന്ന് തോന്നുന്നു. 2339 rupees ആയി ഗൈസ് ഈ ബാഗിന്. അതെ, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പം കുറച്ച് നല്ല കമ്പനിയുടെ ഒക്കെ ബാഗ് വാങ്ങുന്നേ നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒരു വർഷം ഫുൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ടതല്ലേ. ഞാൻ മിക്കവാറും ഇത് നോക്കിയിട്ട് അമിച്ചു അടുത്ത വർഷം ഇത് തന്നെ കൊടുത്തുവിടാനാണ് സാധ്യത. കാരണം ഇത് എല്ലാ വർഷവും സ്കൂൾ ബാഗ് വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കൊള്ളും. പിന്നെ മെറ്റീരിയൽ കൊള്ളാം. ഇതിന്റെ പ്രധാന എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇത് വെയിറ്റ് കുറവാണ്. ഇത് കാണുമ്പോൾ നല്ല വെയിറ്റ് ഉള്ള ബാഗ് ആണെന്ന് തോന്നിയാലും നല്ല വെയിറ്റ് കുറവാണ്. അമിഷിന്റെ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ബാഗ് നമ്മൾ അങ്ങനെ വെയിറ്റ് കുറവുള്ള ബാഗ് നോക്കിയെടുത്തത്. കാരണം കുട്ടികൾ ഈ കുറെ ഇങ്ങനെ ഒന്നാമത് ഓൾറെഡി ഇവർക്ക് ബുക്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വെയിറ്റ് ഉള്ളതാണല്ലോ. അപ്പൊ അതിൻ്റെ കൂടെ ബാഗിന്റെ വെയിറ്റും കൂടെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കുട്ടികൾക്ക്. മുതുകുവേദനയും പിന്നെ അത് അവരുടെ വെർട്ടിബ്രയ്ക്ക് നല്ലതല്ല അത്രയും ഹെവി വെയിറ്റ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ കഴിവതും ഇപ്പം ബുക്സ് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ കഴിവതും ബാഗിന്റെ വെയിറ്റ് കുറവുള്ള നോക്കിയെടുക്കുന്നേ നല്ലത്. ഒരു ബ്രൗൺ ബാഗ് അത് 1 കിലോ കാണും. അവിടെ കുറെ ബാഗ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള, നല്ല മെറ്റീരിയൽ ഉള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. യൂസ്ഫുൾ ആയിരിക്കണം, അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇടാൻ പറ്റണം. ആമിച്ചിന്റെ ക്രാഫ്റ്റ്സും ഒക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. അപ്പോ അങ്ങനെയുള്ള ഒരു ബാഗ് നോക്കിയെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഭംഗിയുള്ള ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ ഇത് ആമിച്ചന്റെ സ്ലിപ്പറാണ് ഗൈസ്. ഇത് അവിടെ ഒരു ഓഫറിൽ കിടന്നതാണ് കേട്ടോ. ഏതെടുത്താലും 100 രൂപ എന്ന് പറഞ്ഞ് കിടന്നിരുന്നതാണ്. അപ്പൊ ഞാൻ റെയിനി ഡേയ്സ് ഒക്കെ വരുമല്ലേ, അപ്പം വീട്ടിലിടാൻ വേണ്ടിട്ട് ഒരു സ്ലിപ്പർ എടുത്ത്. ഇത് ഞാൻ കണ്ടില്ല ആമിച്ചു എടുക്കുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്ക് ആമിച്ചു അച്ചച്ചനും എല്ലാം കൂടെ പോയി എടുത്തതാ. കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. അത് കൊള്ളാം. അടുത്തത് ഹുലാഹോപ്പോ എന്താ എന്റെ പേര്? ഓക്കെ, എനിക്ക് വലിയ പിടിയില്ല. ഇത് ആമിച്ചു ഏതോ കുട്ടികളുടെ കിഡ്സ് വീഡിയോസ് ഒക്കെ ആമിച്ചു കാണുമല്ലോ. അതിനകത്ത് ഏതോ ഒരു കുട്ടി ഇങ്ങനെ സ്ഥിരമായി ഇതിട്ട് കറക്കി
കസിൻ കസിൻ അവളുടെ കസിൻ ഉണ്ട്. അപ്പൊ അവളുടെ കയ്യിലും ഇതുണ്ട്. അപ്പോ അവിടുന്നാണ് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തത്. എനിക്കത് ചെയ്യാൻ അറിയത്തില്ല. അമിച്ചു അത്യാവശ്യമൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ. ഞാനത് കുറച്ച് നോക്കിയപ്പം ശരിക്കും നമ്മുടെ ഹിപ്പ് എക്സസൈസിന് നല്ലതാണ്. ഹിപ്പ് ജോയിന്റ്സിനും നമ്മുടെ മൊത്തത്തിൽ ആ ഒരു ഹിപ്പും നമ്മുടെ ഈ ഒരു ഏരിയയൊക്കെ നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുന്നു. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഹോല ഹുപ്പ് സക്സസ്ഫുൾ ആക്കി ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഇടാം. അത് വീഡിയോ വേണോ? നോക്കാം, അത് നോക്കാം, ഭാവിയിൽ നോക്കാം, ഇൻ ഫ്യൂച്ചർ. അടുത്തെടുത്തു. അപ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോയോ? എനിക്ക് ഇതിനകത്ത് ഇരിക്കുന്നില്ല ഗൈസ്. ഓക്കെ, കൈ പിടിച്ച് പറയുമ്പോ ചെറുത് മൈക്ക് കവേർഡ് ആവുന്നു. ഇത് ലഞ്ച് ബാഗ് ആണ് അമിച്ചുന്റെ ഇപ്രാവശ്യം എടുത്തത്. ഇതിനകത്ത് എൽസയും മഞ്ഞയും കണ്ണൂർ മാത്രമാണ് അമിച്ചു എടുത്തത്. എനിക്ക് അത്ര ഇഷ്ടമായില്ല, ടു ബി ഓണസ്റ്റ്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. കാരണം അമിച്ചുന്റെ കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബാഗ് ഇതിലും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ബാഗാണ്. എനിക്ക് പൊതുവെ ഐ എം സോ ഡൺ വിത്ത് ദിസ്. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ഓക്കെ, ഈ ലഞ്ച് ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ അമിച്ചുവിനെ അട്രാക്ട് ചെയ്തത് ആകെ എനിക്ക് തോന്നി ഇതിനകത്ത് എൽസയുടെ ആ ഒരു പിക്ചറൊക്കെയാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ മെറ്റീരിയലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഇതിനകത്ത് തന്നെ നിന്നോളും, നമുക്ക് താഴോട്ട് വരുത്തൊന്നുമില്ല. പക്ഷെ ഈ മെറ്റീരിയൽ പെട്ടെന്ന് ഒരു സ്മെല്ലി ആവും. ഇതിനകത്ത് നമ്മൾ കുറച്ച് ദിവസം ലഞ്ച് കൊടുത്തിട്ട് കഴിയുമ്പോൾ തന്നെ വൈകിട്ട് വന്നിട്ട് അപ്പോൾ തന്നെ ഇത് ഓപ്പൺ ആക്കി നമ്മൾ വെയിലത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതിനകത്തൊരു സ്മെല്ല് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആമിച്ചിന് കഴിഞ്ഞ തവണ നമ്മൾ ക്ലോത്തിന്റെ ലഞ്ച് ബാഗ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അത് നല്ലതാണ്, നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാം, അതിനകത്ത് അങ്ങനെ സ്മെല്ലൊന്നും വരത്തില്ല, ഒരു രസമുണ്ടായിരുന്നു. ഇതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് അച്ചച്ചന്റെ ഓട്സ് ആണ്. അച്ചച്ചന്റെ ഓട്സ് വാങ്ങിയതാണ്. ഇത് വിൻഗ്രീൻ ഹാർവെസ്റ്റിന്റെ ഒരു ഓട്സ് ആണ്. 490 rupees ആണ്. അച്ചച്ചന് ഡയബറ്റിക് ആണ്. അപ്പൊ അച്ചച്ചന് നമ്മള് ഓട്സ് ആണ് രാത്രി കൊടുക്കുന്നത്. ഓട്സ്, റാഗി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് അച്ഛന് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോ ഇത് കണ്ടപ്പോൾ നമ്മൾ വാങ്ങിയതാണ്. അച്ഛൻ എപ്പോഴും നമ്മൾ ഓട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ജംബോ റോൾഡ് ഓട്സ് എന്നാണ് ഇതിനകത്ത് പേര്. അത്യാവശ്യം നല്ല ഓട്സ് ആണ്. ഓക്കെ, ഇത് മാറ്റി വെച്ച് ഇനി അടുത്തെടുത്തു. ഇത് ഒരു ചീസ് ബോൾ ആണ്. ആമിച്ചിന് ചീസ് ബോൾസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇത് വാങ്ങിക്കൊടുക്കത്തില്ല. കൊച്ചുമക്കള് ഇത് കണ്ട് വിചാരിക്കേണ്ട ആമി ചേച്ചി എപ്പോഴും ഇത് വാങ്ങിക്കൊടുക്കും, ഇത് എപ്പോഴും കഴിക്കുമെന്ന്. ആമിച്ചിന് ഇത് ഒരിക്കലുമില്ല. ആമിച്ചിന് പാക്ക്ഡ് ഫുഡ്സ്, ഇങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും നമ്മൾ അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല. അത് ഇന്ന് പറഞ്ഞ് ഒട്ടും അങ്ങ് നമ്മള് കൊടുക്കാതെ ഇരിക്കത്തില്ല. വീക്ക്ലി ഒരു തവണയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുക്കും. അല്ലാതെ നമ്മള് എല്ലാ ആഴ്ചയിലും അല്ലെ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോ അങ്ങനെ ഒന്നും ഈ ഒരു ഇങ്ങനെ കഫിനേറ്റഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല. പാക്കഡ് സാധനങ്ങള്, ജ്യൂസുകള്, പിന്നെ കൊക്കക്കോള ഇതുവരെ കൊടുത്തിട്ടില്ല, പെപ്സി ഇതുവരെ കൊടുത്തിട്ടില്ല. സ്പ്രൈറ്റ് കുടിച്ചിട്ടുണ്ട് അമിച്ചു. സ്പ്രൈറ്റും 7up അതും എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും റേർലി ആണ് അത് അമിച്ചു കുടിക്കുന്നത്. അങ്ങനെയുള്ള ഡ്രിങ്ക്സ് ഒന്നും അമിച്ചിന് കൊടുക്കാറില്ല. വീക്ക്ലി വൺസ് ഒക്കെയാണ് സമ്മതിക്കുന്നത്. വീക്കിലി വൺസും സമ്മതിക്കാറില്ല. ചിലപ്പോ സമ്മതിക്കും, ചിലപ്പോ സമ്മതിക്കാറില്ല. അങ്ങനെയുള്ള ഒരു പ്രോഡക്ട്സും ഇവിടെ ആമിച്ചിന് കൊടുക്കത്തില്ല. പക്ഷെ ആമിച്ചിന് അത് കൊടുത്ത ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആമിച്ചിനത് കഴിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ അവളത് വേണമെന്നും പറയാറില്ല. കൊക്കക്കോളയുടെ ടേസ്റ്റ് ഇതുവരെ ആമിച്ചിന് അറിയില്ല. കോളയുടെ ടേസ്റ്റ് അറിയാത്തത് കൊണ്ട് തന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. പക്ഷെ ഇത് ഒട്ടും കൊടുക്കാതെ ഇരിക്കില്ല. കാരണം എല്ലാം ഒന്ന് കുട്ടികളല്ലേ, കൊച്ചു കുട്ടികളല്ലേ, ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇത് വാങ്ങിക്കൊടുക്കും. പക്ഷെ ഇതൊരു ഹാബിറ്റ് അല്ല. അപ്പൊ കൊച്ചുമക്കളെ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ഭയങ്കര അൺഹെൽത്തിയാണ്. പാക്ക്ഡ് ഫുഡ്സ് ഒന്നും കഴിവതും കഴിക്കാതിരിക്കുക. കഴിവതും വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഫുഡ് മാത്രം കഴിക്കുക. പിന്നെ ആഗ്രഹത്തിന് 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു തവണയോ കാണാം ഇതുള്ള എന്തെങ്കിലുമൊക്കെ. ഇത് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്ന ചീസ് ബോള്. മറ്റേ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഇച്ചിരി എരിയുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്നതാണ്. ഇത് നമ്മൾ ലുലു മാളിൽ പോയപ്പോ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ടേസ്റ്റ് ഒക്കെ നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ ഇത് രണ്ട് ഫ്ലേവർ ആണ് അമ്മ.
ഇതിന്റെ ഒരു പാക്കറ്റ് കൂടെ വാങ്ങിയിരുന്നു. അത് നമ്മളിത് കഴിച്ചു, രാവിലെ ഒന്ന് കഴിച്ചു നോക്കി. പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായില്ല. അടുത്തത് സ്നിക്കേഴ്സ് ആണ്. അപ്പൊ സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ വരികയാണ്. അപ്പൊ അമിച്ചുന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് സ്കൂൾ ഇറക്കുമ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകാൻ ഒരു ആഗ്രഹമായിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെ കാണിക്കാൻ. അപ്പൊ അവർക്കും കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സ്നിക്കേഴ്സ്, പിന്നെ റോഷറിന്റെ ഒരെണ്ണം. ഇത് നല്ല ചോക്ലേറ്റ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ഇങ്ങനെ 2-3 പാക്കറ്റ്സ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി ആമിച്ചുന്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് കൊടുക്കാൻ. ആമിച്ച് മൊത്തമായിട്ട് കഴിക്കില്ല. പിന്നെ ഇത് ഹോളിക്സ് ഞാൻ പാലിലിട്ട് കുടിക്കത്തില്ല. ഞാൻ ഇതല്ലാണ്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് ഞാൻ നക്കി തിന്നും. അതാണ് എനിക്ക് അതുകൊണ്ട് നമ്മൾ ചെറിയ ബോട്ടിലാണ് വാങ്ങുന്നത്. എന്താന്ന് വെച്ചാല് ഇവളിത് പാലിലിട്ട് ഒന്നും കലക്കി കുടിക്കില്ല. അവർക്ക് അങ്ങനെ ബൂസ്റ്റ് അങ്ങനെ വാങ്ങാറില്ല. വാങ്ങുകയാണെങ്കിൽ ഹോളിക്സ് മാത്രമേ ഇങ്ങനെ വാങ്ങാറുള്ളൂ. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇതുവരെ അറിഞ്ഞൂടാ. ഹോളിക്സ് ആണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ. അപ്പൊ ഇത് ഹോളിക്സ് ആണ്. അപ്പൊ നമ്മൾ ചെറിയ ബോക്സ് വാങ്ങിയത് പിശിക്കറന്ന് ആരും വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇവളിത് സ്പൂൺ ഇട്ട് തനിയെ എടുത്ത് പ്ലേറ്റിലിട്ട് ഇങ്ങനെ കഴിക്കും. അപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഇത് കട്ട പിടിക്കും. അപ്പൊ നമ്മൾ എത്ര വലിയ ബോക്സ് വാങ്ങിയാലും ബോട്ടിൽ വാങ്ങിയാലും ചെറുത് വാങ്ങിയാലും ഒരാഴ്ചയിൽ കൂടുതൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കട്ട പിടിച്ച എല്ലാവർക്കും അറിയാം ഹോളിക്സ്, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ അവളുടെ ആഗ്രഹത്തിന് അത് വാങ്ങും, അവള് കഴിക്കും. കട്ട പിടിച്ചു കഴിയുമ്പം ഞാൻ തല്ലിപ്പൊട്ടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കും. പക്ഷെ നമുക്ക് അറിയാം ഭയങ്കര പാടാണ് ഇത്. കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്ലിനെക്കാട്ടിലും ഹാർഡാണ്. അപ്പൊ അതാണ് ഇത് സംഭവം. മനസ്സിലായല്ലോ? അടുത്തെന്ത് തേയിലയോ? ഇത് അച്ചാമ്മയുടെയാണ് തേയില. ഈസ്റ്റേൺ സ്ട്രോങ് ഡസ്റ്റിയോ? ഇത് നമ്മളിവിടെ സാധാരണ 3 റോസസ് ആണ് വാങ്ങുന്നത്. അപ്പൊ അമ്മ ഇപ്പൊ ഇത് വാങ്ങിയത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ഇവിടെ നമ്മുടെ വീട്ടില് 3 റോസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അച്ഛനടുത്താണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സീഡ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഡ്രൈ സീഡ്സ്. ഇത് പംകിൻ സീഡ് ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്. പംകിൻ സീഡ് മാത്രം ചേച്ചിന്റെ വീട്ടിലുണ്ട്. ഞാൻ അവിടുന്ന് പംകിൻ സീഡ് കഴിക്കും. സീഡ്സ് നല്ല രസമാണ് അത് കഴിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പം പംകിൻ സീഡ് ഉണ്ട്, സൺഫ്ലവർ സീഡ് ഉണ്ട്, ചിയാ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, വാട്ടർമെലൺ സീഡ് ഉണ്ട്. അപ്പൊ ഇതൊരു സീഡ് മിക്സ് ആണ് കേട്ടോ. അപ്പോ ശരിക്കും ഇത് നല്ലതാണ്, കഴിക്കുന്നത് വളരെ നല്ലതാണ്. സീഡ്സ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും ഓവറോൾ ജനറൽ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സീഡ്സ് എല്ലാത്തിന്റെയും കഴിക്കുന്നത് നല്ലതാണ്. നമ്മളിത് കഴിക്കാറുണ്ട് കേട്ടോ. ഫ്ലാക്സ് സീഡ് മാത്രം കഴിച്ചാൽ തന്നെ നല്ലതാണ്. സൺഫ്ലവറും പംകിനും ഒക്കെ നല്ലതാണ്. അപ്പൊ നമ്മളിത് സ്ഥിരമായിട്ട് സീഡ്സ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളിത് വാങ്ങും, മിക്കപ്പോഴും വാങ്ങാറുണ്ട്. ഓക്കെ. ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊന്ന് കഴുകിയിട്ട് കഴിക്കണം കേട്ടോ. ഞങ്ങൾ ഇപ്പം കഴിക്കുമ്പോഴും ഇത് ഇങ്ങനെ വാങ്ങുന്നതായതുകൊണ്ട് നമ്മളൊന്ന് കഴുകിയിട്ട് ഒരു സ്പൂൺ വീതം കഴിക്കും. അങ്ങനെ ചെയ്യാറുള്ളൂ. നിങ്ങളും അങ്ങനെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ലതാണ് സീഡ്സ്, നല്ല ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ഇത് ശരിക്കും നമ്മൾ അമിച്ചുന് വാങ്ങിക്കൊടുക്കുന്നതല്ല. പക്ഷെ അമിച്ചുന് ഈ കുട്ടികളുടെ വീഡിയോസ്, അവരുടെ കൊറിയൻ, ജാപ്പനീസ് അങ്ങനെ കുട്ടികളുടെയൊക്കെ വീഡിയോസ് കാണും. അപ്പൊ അതിനകത്ത് എപ്പോഴും ഇതിങ്ങനെ കഴിക്കുന്നതാണല്ലോ ഒരു കാണുന്നത്. അപ്പോ ഇപ്പൊ നമ്മളുടെ കുട്ടികൾ ഇതൊക്കെ തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പം അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പൂതി തോന്നും. അപ്പം നമ്മളത് ഒന്ന് വാങ്ങിക്കൊടുക്കാം. കപ്പ് ന്യൂഡിൽസ് ഞാൻ ഒട്ടും ഇതിനുള്ളിൽ തന്നെ ഇട്ട് ആണിത് നമ്മൾ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറില്ല. ഞാൻ കപ്പ് ന്യൂഡിൽസ് എനിക്ക് കപ്പിൽ കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ അമ്മ എടുത്ത് വേവിച്ചിട്ട് ആറിയിട്ട് അത് തിരിച്ചൊരിച്ചിട്ട് തരും. അത് കുഴപ്പമില്ല. കപ്പ് ന്യൂഡിൽസ് എങ്ങനെയെങ്കിലൊക്കെ കഴിച്ചാ പോലെ. ന്യൂഡിൽസ് അല്ലേ എന്തായാലും. ഞാൻ ഇവളെ പീഡിപ്പിക്കാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഒരു 10 വയസ്സ് വരെയൊക്കെ നമ്മൾ കുട്ടികളുടെ ഫുഡ് നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കൊടുക്കണം. പക്ഷെ എല്ലാവരുടെ ഇഷ്ടത്തിന് വാങ്ങിക്കൊടുത്താൽ അത് ഒട്ടും നമുക്ക് ഹെൽത്തി ആയിരിക്കണമെന്നില്ല. അപ്പം നമ്മൾ അവരുടെ ആഗ്രഹത്തിന് നമ്മൾ അവർക്ക് ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പം ഈ കപ്പ് നൂഡിൽസ് അതിനകത്തുള്ളിലിട്ട് വെള്ളം ഇട്ട് ബോയിൽ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് ഒട്ടും ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓൾറെഡി മൈക്രോ പ്ലാസ്റ്റിക് കോൺസെപ്റ്റ് ഒക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുക, അവരുടെ ആഗ്രഹമാണല്ലോ. അപ്പൊ ഞാൻ വല്ലപ്പോഴും ഇത് വാങ്ങിയിട്ട് നമ്മൾ സാധാരണ നൂഡിൽസ് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കും. എന്നിട്ട് തണുത്തിട്ട് ഇതിലേക്ക് ഇട്ട് അവളുടെ ഒരു ആഗ്രഹത്തിന് ഇതിനകത്തിട്ട് കഴിക്കാൻ കൊടുക്കും. അത്രേ ഉള്ളൂ. അതും ഞാൻ സ്ഥിരമായി കപ്പ് നൂഡിൽസ് വാങ്ങില്ല. വല്ലപ്പോഴും റെയർലിയാണ് കപ്പ് നൂഡിൽസ് വാങ്ങുന്നത്. അല്ലാത്ത നൂഡിൽസ് വാങ്ങി കൊടുക്കാറുണ്ട്. അതും പക്ഷെ എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നൂഡിൽസ് അങ്ങനെയൊന്നും ഇല്ല. അത് വീക്കിലി വൺസോ
2 വീക്സ് കൂടുമ്പോഴും അങ്ങനെ നൂഡിൽസ് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ രാവിലെ കഴിച്ചത്. ഓക്കെ ഇതാണ് രാവിലെ വാങ്ങി നമ്മൾ എന്താണ് ഇത് വാങ്ങിയില്ലേ, ചീസ് ബോൾസ് വാങ്ങി കാണിച്ചില്ലേ നേരത്തെ. ഓക്കെ ചീസ് ബോൾസ് വാങ്ങിയില്ലേ, അപ്പൊ 2 ഫ്ലേവറിലുള്ള നമ്മൾ വാങ്ങി നോക്കി. ഇത് നമ്മൾ രാവിലെ എടുത്ത് കഴിച്ചു നോക്കി. പക്ഷെ എനിക്കിത് അത്ര ഇഷ്ടമായില്ല, ആമിച്ചിനും അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാലേ അത് ഇത് കഴിച്ചു തീരുമ്പോ കപ്പലിന്റെ വറുത്തതുണ്ടല്ലോ, അത് കഴിക്കുന്ന കണക്കി ഇരിക്കും. സത്യം, പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ലാത്ത പോലെ ഒരു ഫ്ലേവർ ഉണ്ട്. ബട്ട് എന്താ പറയാ, നമുക്കൊരു സുഖം തോന്നിയില്ല അല്ലെ. എനിക്കത്ര ഇഷ്ടമായില്ല. അതാണ് അതിന്റെ ഒരു റിവ്യൂ. ഇനി ഇത് കഴിക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഐ എം എക്സ്പെക്ടിങ് ദി സെയിം ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതും ചീസ് ആണല്ലോ, ചീസ് ബോൾസ് ആണ്. ഇതൊരു കുഞ്ഞു കീ ചെയിൻ ആണ് എന്റെ ബാഗിലിടാൻ. ഇതിന്റെ ഉള്ളിലൊരു സാധനമുണ്ട്. ഇതിന്റെ ഉള്ളില് ലുലു മാളിൽ പോയിട്ട് ഗെയിം കളിച്ചിട്ട് എനിക്ക് കിട്ടിയതാണിത്. അവിടെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, കുട്ടികൾ ഓരോരോ അഡ്വഞ്ചറസ് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമല്ലോ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് പോലെ, റിവാർഡ്സ് പോലെ അവർ ഇതുപോലുള്ള സ്റ്റോറി ബുക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഫേക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷമാണല്ലോ. ആമിച്ചുന് ഭയങ്കര സന്തോഷം, അതുകൊണ്ടാണല്ലോ അത് പേഴ്സൊക്കെ പൗച്ചൊക്കെ വാങ്ങി അതിനകത്ത് ഇട്ടേക്കുന്നത്. ഇത് ആമിച്ചുന് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചു തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞി പേഴ്സാണ്. എന്താന്ന് വെച്ചാൽ ഇവരുടെ സ്കൂളിലേക്ക് സമയത്തൊക്കെ മാസ്ക് ഇതാകുമ്പോ നമ്മുടെ ബാഗിന്റെ ആ ഒരു സൈഡില് തൂക്കി ഇട്ടിരുന്നാലും മതി. പിന്നെന്ന് വെച്ചാൽ പ്രധാനം എന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ചില ഡൊണേഷൻ കുഞ്ഞു എന്താണ് ചാരിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 100 രൂപയോ ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റാമ്പിന്റെ പൈസ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ അങ്ങനെ സ്കൂളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു എമൗണ്ട് ഓഫ് മണി നമ്മൾ കൊടുത്തു വിടാൻ ചോദിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു ചെറിയൊരു കുഞ്ഞി പേഴ്സ് ക്യൂട്ടായിട്ടുള്ളത് വാങ്ങണം. അപ്പൊ അതിനകത്ത് ഇട്ട് കൊടുത്തു വിടുമ്പോൾ സേഫ് ആയിട്ട് അങ്ങ് സ്കൂളിൽ എത്തിക്കോളുമല്ലോ. ഞാൻ ശരിക്കും അവരുടെ ഡയറിയിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഈ 10 രൂപയ്ക്ക് ടീച്ചേഴ്സിന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള 100 രൂപ സ്റ്റാമ്പിനൊക്കെ 50 രൂപ അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ കൈ തന്നെ നോട്ട് ആയിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണിത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം അമിച്ചുവിന്റെ മാസ്ക് വെക്കാൻ പറ്റും, ടവലും വെക്കാൻ പറ്റും. അപ്പം ഈ ബാഗിന്റെ കൂടെ കിടന്നാണ് ഈ ടെഡി. പിന്നെ ഈ ടോയ്സ് ഒന്നും എന്റെ സ്കൂളിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാനിത് ഊരി മാറ്റിയതാണ്. അമ്മ ഊരി തന്നു. ഈ ബാഗിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നാണ് ഈ ചെടി. പക്ഷെ ഈ ബാഗ് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ചെടി പക്ഷെ ചെടി ക്യൂട്ടാണ്, പക്ഷെ ഈ ബാഗിന്റെ കൂടെ ഇതൊരു ഒരു സുഖമില്ല. അതുകൊണ്ട് ഞാൻ ചെടി ഊരി മാറ്റി. എന്നിട്ട് ബാഗ് മാത്രം നമുക്ക് ഇതിനകത്ത് ചെയിൻ ഉണ്ട്, സൈഡിൽ ഇട്ടാ നമുക്ക് മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ കുഞ്ഞു ടവൽസ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ബാഗാ. യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രം വാങ്ങിയതാ. ഇനി അടുത്തെടുത്തോ. ഇത് പ്രിങ്കിൾസ് അമിച്ചുന് ഇഷ്ടമാണ്. ഇത് ഞാൻ വാങ്ങിക്കൊടുത്തതല്ല, ഇത് അച്ഛ വാങ്ങിക്കൊടുത്താണ്. അപ്പൊ ഇതാണ്. ഇതും ഈ പറയുന്ന പോലെ ചോദിച്ചിട്ടൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വല്ലപ്പോഴും വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളാണിത്. അപ്പൊ ഞാൻ പറഞ്ഞാൽ എപ്പോഴും പറയുന്നില്ല, ഇതൊന്നും നല്ലതല്ല. ഇതൊന്നും കണ്ട് വീട്ടിലാരും വഴക്കുണ്ടാക്കി വാങ്ങിപ്പിക്കാൻ നിൽക്കണ്ട. നമ്മളിത് വല്ലപ്പോഴുമാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഇപ്പൊ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങൾ കാണിക്കേണ്ടത് കൊണ്ട് നമ്മളിതൊന്ന് കാണിച്ചതാണ് അല്ലേ. അല്ലാതെ ഇത് സ്ഥിരമായിട്ട് ഇവിടെ കഴിക്കുന്നതല്ല. ആമി ചേച്ചി ഇത് കഴിക്കാറില്ല. ഓക്കെ, അടുത്തത് ഒരു ക്യൂട്ട് വാട്ടർ ബോട്ടിലാണ്. ആമിച്ചുന്റെ സ്കൂളിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് അലൗഡ് അല്ല. അപ്പൊ നമ്മള് ആമിച്ചുന് 2 ബോട്ടിൽ വാങ്ങി. അപ്പൊ ഇതാകുമ്പോ നല്ല, ഇത് കണ്ടപ്പോ മിക്കവാറും ഇത് ഞാൻ പൊക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നല്ല എലഗന്റ് ആയിട്ടുള്ള ക്ലാസി ആയിട്ടുള്ള വൈറ്റ്, എനിക്ക് അല്ലെങ്കിൽ വൈറ്റ് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ട സാധനങ്ങളോട്. അപ്പൊ ഈ ബോട്ടിൽ മിക്കവാറും ഞാൻ പൊക്കുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ആമിച്ചുന് വേറൊരു പിങ്ക്, അവർക്ക് ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആണ്. പിങ്കിന്റെ എന്ത് കണ്ടാലും ഒരു അട്രാക്ഷൻ ആണ്. എല്ലാ ഗേൾ ചൈൽഡും അങ്ങനാണോ ആവോ എനിക്കറിയത്തില്ല. പിന്നെ എന്ത് ആമിച്ചുന്റെ എന്തേ ബോട്ടില്, ആമിച്ചുന് വാങ്ങിയ വാട്ടർ ബോട്ടിൽ കാണിച്ചു തരാം. ശരിക്കും ആമിച്ചുടെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പിന്നെ പെട്ടെന്ന് ഈ വാട്ടർ ബോട്ടിൽസ് ശരിക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിന്റെ പെയിന്റ് ഒക്കെ പോയി വൃത്തിയേടാവും. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിയേ ഉള്ളൂ. ഇതാണ് ശരിക്കും ആമിച്ചുന് വാങ്ങിയ വാട്ടർ ബോട്ടില്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം.
പക്ഷെ ഇത് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ശരിക്കൊരു ഷൈനിങ് ഉണ്ട്, പക്ഷെ ഇത് ക്യാമിൽ വരുന്നില്ല അമ്മച്ചു. ഓക്കെ, ഇതൊരു ഷൈനിങ് ആണ് കേട്ടോ ഈ ഒരു പെയിന്റിങ്. പക്ഷെ ഇതിനങ്ങനെ ഷൈനിങ് ഒന്നും അല്ല, നല്ല പ്ലെയിൻ പെയിന്റ് ആണ്. ഇതിനകത്ത് അങ്ങനെ ഷൈനിങ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇത് പിന്നെ കുട്ടികൾക്കാവുമ്പോ കുറച്ച് ഷൈനിങ്, അങ്ങനെ ഷൈനി ആയിട്ടുള്ള പിങ്ക് ആണ്, ഷൈനി ആണ്, ക്യൂട്ടാണ്, അതുകൊണ്ട് അങ്ങ് എടുത്താണ്. ആമിച്ചുന് ഇഷ്ടപ്പെട്ടെടുത്താണ്. ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആമിച്ചുന്റെ സ്കൂളിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. കാരണം അവളാണല്ലോ അത് യൂസ് ചെയ്യേണ്ടത്, അവളുടെ ചോയ്സ് ആണ് അതൊക്കെ. പിന്നെ ആമിച്ചുന് കളിക്കാൻ 2 കളിപ്പാട്ടം വാങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ കണ്ടല്ലോ, ഹോലാ ഹൂപ്പ്, അത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. 3. ഇത് പിന്നെ കാർഡ്സ് ആണ്. ഇത് കാർഡ്സ് നമ്മൾ കളിക്കാറുണ്ട് വീട്ടില്. അച്ചാച്ചനും അമ്മയും ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കാർഡ്സ് കളിക്കാറുണ്ട്. നമ്മൾ ഡോങ്കി കളിക്കാറുണ്ട്, റമ്മി കളിക്കാറുണ്ട്. റമ്മി എനിക്ക് അത്ര അറിയത്തില്ല, ആമിച്ചു അതിനകത്തുള്ള എക്സ്പേർട്ടാണ്. പക്ഷെ നമ്മള് ഒരു ഫാമിലി ടൈമിൽ എല്ലാവരും ഇരുന്ന് അത് കളിക്കാറുണ്ട്. നമുക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നേരത്തെ പറഞ്ഞാല് സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കാനായിട്ടാണ് 3 പാക്കറ്റ് നമ്മൾ വാങ്ങിയപ്പോ അല്ലെ. പല സ്നിക് അമ്മച്ചി അവിടെ ഇരുന്ന് പറഞ്ഞ കേൾക്കൂല, മൈക്ക് ഇവിടെ. ഇത് എനിക്കാണ്, ഇത് സ്കൂളിൽ കൊണ്ടുപോകില്ല. കാരണം ഇത് അമ്മ മങ്ങാണ്ട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടോ ചെറിയ നല്ല ടേസ്റ്റ് ആണ് ഗൈസ്. കിൻഡർ ഷോക്കോ ബോൺസ് ക്രിസ്പി. ഓക്കെ, എന്തേ മിൽക്കി കൊക്കോ. ഇത് എപ്പോ എടുത്തത് ഞാൻ കണ്ടില്ലല്ലോ. അമ്മച്ചി ഇങ്ങോട്ട് നീ ഇരുന്ന് പറയാണ്ടേ. ഞാനിത് അമ്മേന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് എടുത്തത്. ഇതിന് ഒട്ടും ഓർമ്മയില്ല, ഓർമ്മ ഇച്ചിരി കുറവാണ്. അല്ല, ഇത് ഞാൻ കണ്ടായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ഓക്കെ, നമ്മളാ സ്വീറ്റ്സ് ചോക്ലേറ്റ് സെക്ഷനിൽ എടുത്തായിരിക്കും. ഇത് ആകെ ഒരു, ബാക്കിയെല്ലാം എയർ ആണ്. എയർ ഫുൾ പറ്റിയതാണ്. എന്താ ഇങ്ങനെ അല്ലേ, മൊത്തം ഇങ്ങനെ പാക്കറ്റ് സാധനങ്ങൾ ഫുൾ ഇങ്ങനെ എയറും, 3/4 ഭാഗം എയർ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു 1, 2, എനിക്ക് തോന്നുന്നു ആമിച്ചിനകത്തൊരു 3 പീസ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. എത്ര ഇതിന്റെ വില? ഓക്കെ, ഇതിന് 40 രൂപ. അതിനകത്ത് ആകെ 3 പീസ് അത്രേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നേ. കാരണം ഞാൻ ഞെക്കി നോക്കിയിട്ട് ഇതിനകത്ത് ആകെ 3 പീസേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. അമിച്ച് കഴിച്ചോട്ടെ, കുട്ടികളല്ലേ. പിന്നെ എന്റെ ഫേവറേറ്റ്, അവർക്ക് വല്ലതും കേൾക്കണമെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് പറഞ്ഞാല് നടക്കും. പിന്നെ എന്റെ ഫേവറേറ്റ് ആണ് ഇത്. ബോക്സ് ഉണ്ട്, സ്റ്റിച്ചിന്റെ ബോക്സ്, പെൻസില്, സ്കെയിൽ, എറേസർ, കട്ട്. ആമിച്ചുവിന് എല്ലാത്തവണ നമ്മൾ ഇതുപോലത്തെ ഒരു ഫുൾ പാക്ക് കൊടുക്കാറുണ്ട്. ഇതാകുമ്പോ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും കാണും. പക്ഷെ ഇത് കൊണ്ട് തികയില്ല. ഇത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ സ്കൂളിൽ ആദ്യം പോകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പുതിയ സാധനങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകാൻ ഇഷ്ടമാണല്ലോ. അപ്പം സെയിം പാറ്റേണിലുള്ള, കഴിഞ്ഞ തവണ നമുക്ക് ഇതിന്റെ മെർമീഡ് ആയിരുന്നു, യൂണിക്കോൺ. കഴിഞ്ഞവിടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആമിച്ചിന്റെ എല്ലാ സാധനങ്ങളും യൂണിക്കോൺ ആയിരുന്നു. യൂണിക്കോണിന്റെ പെൻസില്, യൂണിക്കോണിന്റെ ഷാർപ്നർ, യൂണിക്കോണിന്റെ ഇറേസർ, ബാഗ്, എല്ലാം യൂണിക്കോൺ, കീ ചെയിൻ എല്ലാം യൂണിക്കോൺ ആയിരുന്നു. ഇപ്രാവശ്യം യൂണിക്കോൺക്ക് ക്രേസ് ഇച്ചിരി കുറഞ്ഞു. ആമിച്ചും കൂടെ നീങ്ങിയിരിക്കും. ചിലപ്പോ ഒരെണ്ണയൊക്കെ കാണത്തുള്ളൂ ഈ ഷോപ്പിംഗിൽ യൂണിക്കോൺ. അപ്പൊ ഇത് ഡിസ്നി സ്റ്റിച്ചിന്റെ ആണ് ഇപ്രാവശ്യം വാങ്ങിയേക്കുന്നത്. അപ്പൊ ആ ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിനെക്കാട്ടി ക്യൂട്ടായിട്ടുള്ളതൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ഇപ്രാവശ്യം എനിക്കൊന്നും ഭയങ്കര റഷായിരുന്നു. നമ്മൾ സൺഡേ ആണ് ഓൾറെഡി പോയത്. അതിന്റെ കൂടെ അവിടെ ഫുൾ തിരക്കും ബഹളം ഒക്കെ ആയിട്ട് നമുക്കൊന്നും നോക്കിയെടുക്കാനൊന്നും കൊണ്ട് പറ്റിയില്ല. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ലൊരു ക്യൂട്ട് കളറൊക്കെയാണ്. പിന്നെ ആമിച്ചുന് ഇഷ്ടപ്പെട്ടോ, അത് മതി. ഓക്കെ, അടുത്തത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈർക്കില്. നമ്മള് ഇത് കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇത് നമ്മള് പണ്ട് എന്റെയൊക്കെ കൊച്ചിലെ, നമ്മുടെയൊക്കെ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു 90s കിഡിന്റെ എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈർക്കിൽ വെച്ച് കളിക്കാറുണ്ടായിരുന്നു. ഈർക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തോണ്ടിയെടുക്കുന്ന ഒരു കളി. ഞാൻ ശരിക്കും മറന്നുപോയി, ഒത്തിരി വർഷമായി കുഞ്ഞില് കളിച്ചിട്ടുള്ള. ബ്ലാക്കിന് 80, ബ്ലൂവിനും റെഡിനും 40, യെല്ലോ ആൻഡ് ഗ്രീൻ 20. എന്തുവാ അത്? ഇതിന്റെ പോയിന്റ്സ്. ഓ ശരി. അപ്പൊ ഇതിന് പലതരത്തിലുള്ള സ്റ്റിക്സ് ഉണ്ട്. നമ്മൾ പണ്ട് ഈർക്കിൽ കളി കളിക്കുന്ന അതേ സാധനം തന്നെയാണ്. ഇതിപ്പം പ്ലാസ്റ്റിക് സ്റ്റിക്സിൽ ഇച്ചിരി എന്താ പറയാ, സെറ്റപ്പ് ആക്കി ഇറക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കുറച്ചുകൂടെ ഒരു
എന്താണ് പറയാ, കുറച്ച് നന്നാക്കി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ ഈർക്കിലൊക്കെ ഓടിച്ച് ചെത്തിയെടുക്കാനൊക്കെ ആർക്കാ സമയം. ഇതിനകത്ത് പോയിന്റ്സ് ഒക്കെ ഉണ്ട്, ഓരോ കളേഴ്സിന് ഇതിനകത്ത് കാണുന്നുണ്ടോ എന്തോ അമിഷ അറിയില്ല. ഓക്കെ, ഇതിനകത്ത് ഓരോ കളേഴ്സിന് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മള് എങ്ങനെയായിരുന്നു കളി കളിക്കുന്നതെന്ന് ഓർമ്മയില്ല. ഈർക്കിലിങ്ങി ഇട്ടിട്ട് ഒരെണ്ണത്തിൽ മുട്ടാതെ ഒരെണ്ണം തോണ്ടി എടുക്കുവോ, അങ്ങനെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. പിന്നെ അച്ഛക്ക് കുറച്ച് കർച്ചീഫ്. ഇത് നമ്മുടെ അച്ഛക്ക് എപ്പോഴും കർച്ചീഫ് വേണം. അപ്പൊ നമ്മള് വൈറ്റ് ആണ് എപ്പോഴും പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പൊ അച്ഛനും വൈറ്റ് കർച്ചീഫാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് അമ്മച്ചനും പല കളറ് ക്യൂട്ട് പല ടൈപ്പ് ഓഫ് കർച്ചീഫ് ഉണ്ട്. ഞാൻ പക്ഷെ ശരിക്കും കർച്ചീഫിന്റെ ഒരു ഫാനല്ല, ഞാൻ ടിഷ്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നു ടിഷ്യൂസ് ആകുമ്പോൾ നമുക്കിങ്ങനെ വൈപ്പ് ചെയ്ത് ആ അഴുക്കെല്ലാം പോയി കളഞ്ഞു, പിന്നെ അത് വീണ്ടും യൂസ് ചെയ്യണ്ടല്ലോ. അപ്പൊ എപ്പോഴും എനിക്ക് തോന്നുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഹൈജീനിക് പ്രാക്ടീസ് ടിഷ്യൂ തന്നെയാണ്, മുഖമൊക്കെ എസ്പെഷ്യലി മുഖം തുടയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം കർച്ചീഫ് നമ്മൾ ഒരു തവണ തുടച്ചു, പിന്നെ കൈ വെച്ചു, പിന്നെ ആ കയ്യിലുള്ള സ്വെറ്റ്, മുഖത്തുണ്ടായിരുന്ന സ്വെറ്റ് എല്ലാം കൂടെ ഒരു ബാക്ടീരിയൽ കോളനി ഫോം ചെയ്ത് വീണ്ടും നമ്മൾ മുഖം തുടയ്ക്കുക. വീണ്ടും ഞാൻ പറയട്ടെ, ശരിക്കും എന്തുവാ അമ്മ എന്തുവാ, ടിഷ്യൂസ് വെറും വേസ്റ്റ് ആണ്. കാരണം അതിനല്ലേ വേസ്റ്റ് ആണ്, പക്ഷെ യൂസ്ഫുള്ളും ആണ്. പക്ഷെ കർച്ചീസ് ഒന്നും കൂടെ യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോ എടുത്തിട്ട് കയ്യിൽ തന്നെ അങ്ങ് വെക്കുകയാണ്, നമ്മളിപ്പോ ബാഗിലൊക്കെ വെക്കത്തില്ലേ. പിന്നെ ടിഷ്യൂസ് ആണെങ്കിൽ അത് യൂസ് ചെയ്ത് വേസ്റ്റ് ബാസ്കറ്റിൽ കളഞ്ഞ് പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വീണ്ടും വാങ്ങിച്ചോണ്ടേ ഇരിക്കണം. റീയൂസ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ കർച്ചീഫ് നല്ലതാണ്. പക്ഷെ ഫേസിന്റെ നമ്മളെ പിമ്പിൾസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും നമ്മളുടെ മുഖത്ത് വേറെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാതിരിക്കാനും നമുക്ക് എപ്പോഴും നല്ല ടിഷ്യൂസ് ആണ്. അമിച്ചു അതിനെപ്പറ്റി വലിയൊരു അറിവില്ലാത്തത് കൊണ്ടാണ് അമിച്ചു നമ്മൾ ടിഷ്യൂസ് അല്ലല്ലോ ഇതാണല്ലോ കൂടുതലും കൊടുത്തിടുന്നത്. ഇത് എന്റെ ലഞ്ച് ബോക്സ് ആണ്, ഞാൻ ഇത് പൊട്ടിക്കട്ടെ. ഇത് നമ്മൾ ഈ പ്രാവശ്യം അമിച്ചുന് വാങ്ങിയ ലഞ്ച് ബോക്സ് ആണ്. ഇത് ഉള്ളില് പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് അല്ല കേട്ടോ, നമ്മളുടെ ഉള്ളില് മെറ്റൽ കവറിങ് ഉള്ള സ്റ്റീൽ കവറിങ് ഉള്ള ലഞ്ച് ബോക്സ് ആണ്. ഇതിനുള്ളില് ഇതുണ്ട്. പിന്നെ ഈ സ്പൂൺ ഉണ്ട്, പക്ഷെ ഈ സ്പൂൺ ഞാൻ കൊടുത്തുവിടില്ല, സ്റ്റീൽ സ്പൂണേ കൊടുത്തുവിടുള്ളൂ. ഫോക്കും സ്റ്റീലിന്റെ മാത്രമേ കൊടുത്തുവിടുള്ളൂ. പിന്നെ ഓക്കെ, ഇതിനുള്ളിൽ നമ്മൾ സ്റ്റീൽ കോട്ടിങ് ഉണ്ട്. അപ്പം പിന്നെ ഇത് കുഴപ്പമില്ല. അമിച്ചുന്റെ സ്കൂളിൽ പ്ലാസ്റ്റിക്കിന്റെ ബോക്സ്, ലഞ്ച് ബോക്സ്, എന്താണ് ബോട്ടിൽസ് ഒന്നും അലൗഡ് അല്ല. പക്ഷെ അത് നല്ലതാണ്. നമ്മൾ പ്ലാസ്റ്റിക്സ് കഴിവെന്ന് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആ ഒരു പോളിസി നമ്മളെല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട് സ്കൂളിന്റെ. ഓക്കെ, അടുത്തത് എന്റെ ഷോപ്പിംഗ്. ഞാൻ ലുലു പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്ന രണ്ട് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം മക്കളെ. ഈ ഒരു ബാത്ത് ടവലും കാണിക്ക്, ഈ ഒരു ബാത്ത് ടവലും ഇവിടുന്ന് വണ്ടിയും വിളിച്ചു ട്രിവാൻഡ്രം ലുലുവിൽ പോയിട്ട് ഞാൻ ആകെ വാങ്ങിയ 2 സാധനങ്ങളാണ് കുട്ടികളെ. 2 ബാത്ത് ടവൽ. ശരിക്കും എനിക്ക് ഒരു കോട്ടൺ കുർത്തയും പിന്നെ 2 ടീഷർട്ടും വാങ്ങണം. അതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഇനി ഇത്ര മാത്രമേ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യും. ആ സാധനങ്ങൾ മാത്രമേ ഞാൻ ഷോപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ അത്ര ഇഷ്ടപ്പെട്ടാൽ മാത്രം വേറെ എന്തെങ്കിലും കണ്ടാൽ വാങ്ങും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഇത് ഞാൻ പോയത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ലൂസ് ടീഷർട്ടും പിന്നെ ഒരു നമ്മളുടെ വൈറ്റ് ടീഷർട്ട്, അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത നമ്മുടെ ബ്രാൻഡ് നെയിംസ് ഒന്നും ഇല്ലാത്ത മോഡൽ ഒരു ടീഷർട്ടാണ്. 2-3 ടീഷർട്ട്സ് വാങ്ങണം എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷെ എല്ലാത്തിലും ഇങ്ങനെ ബ്രാൻഡ് നെയിമിങ് ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഇല്ലാത്ത നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ കുറെ നേരം നോക്കി സമയം പോയി. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മടുത്തു. എനിക്ക് ഈ ഷോപ്പിംഗ് പൊതുവെ ഇഷ്ടമല്ല. ഇതില് എന്റെ ഫേവറേറ്റ് ഈ യൂനോ കാർഡ്സും പിന്നെ ഈ സ്റ്റിച്ചിന്റെ സെറ്റൊക്കെയാണ്. അവർക്ക് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇഷ്ടം. പിന്നെ നമ്മളൊരു നട്ട്സ് വാങ്ങി. അമ്മച്ചി ഇതൊക്കെ കാണിച്ചായിരുന്നോ? കാണിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലേ? ഒന്നുമില്ല, ഡീറ്റെയിൽ ആയി പറയുന്നില്ല. നട്ട്സ് എല്ലാവരും എല്ലാ ദിവസവും 5 നട്ട്സ് വീതം കഴിക്കണം എന്നുള്ളതാണ്. അതൊരു ഹെൽത്തി പ്രാക്ടീസ് ആണ്. നമ്മളുടെ ഇതാകുമ്പോൾ നട്ട്സിനാണെങ്കിൽ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് LDL കൊളസ്ട്രോള്
കൂട്ടൂല. LDL കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ ബാഡ് കൊളസ്ട്രോളും. അപ്പൊ നമ്മൾ നട്ട്സ് ഒരു ഹെൽത്തി കൊളസ്ട്രോൾ സപ്ലിമെന്റ് ആണ്. നല്ല HDL നല്ലതാണ്. നമുക്ക് വേണ്ട കൊളസ്ട്രോൾ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോൾ കൂട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നട്ട്സ് ആണ്. അപ്പം നട്ട്സ് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവർക്കും നട്ട്സ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മൾ നട്ട്സ് എപ്പോഴും ഇവിടെ കാണും. നട്ട്സും ആൽമണ്ട്സും ഇതുപോലെ വാൾനട്ട്സ് അതൊക്കെ ഇപ്പൊ എപ്പോഴും ഇവിടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉള്ളത്. പിന്നെ അതുപോലെ നേരത്തെ കാണിച്ച പോലെ സീഡ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടെ എപ്പോഴും കാണും. മിച്ചു പിന്നെ 2 സാധനങ്ങളൂടെ കാണിച്ചിട്ട് ആ ബോട്ടിലെടുക്ക്. പിന്നെ നമ്മള് ലുലുവിൽ പോയി വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു സാധനമാണ് ഇത്. നമ്മൾ അവിടുത്തെ ഫ്രൂട്ട് ബേൽ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഷോപ്പുണ്ട്, ജ്യൂസ് ഷോപ്പുണ്ട്. അപ്പൊ അവിടെ നമ്മള് ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജ്യൂസ് വാങ്ങിയിട്ട് ഇതിലാണ് അവർ ജ്യൂസ് തരുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്കിപ്പം എവിടെങ്കിലൊക്കെ പോകുമ്പോഴും ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം, റീയൂസബിൾ ആണ്. അപ്പൊ നമ്മളത് ആ വാങ്ങിയ ക്യാനിങ്ങും കൊണ്ടുവന്നു. എങ്ങും ഡംപ് ചെയ്തില്ല. അവിടെ വേസ്റ്റ് ക്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങും ഡംപ് ചെയ്തില്ല, അതിങ്ങ് കൊണ്ടുവന്നു. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഇതൊക്കെ എന്തെങ്കിലും ജ്യൂസ്, ഞാൻ ഇപ്പൊ ആലോചിച്ചു ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഇപ്പൊ ഒരു ജ്യൂസ് നമുക്ക് രാവിലെ കുടിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ഇതിനങ്ങ് കൊണ്ടുപോയാൽ നമുക്ക് വണ്ടിയിലിരുന്നായാലും കുടിക്കാമല്ലോ. പിന്നെ സ്പില്ല് ചെയ്യത്തില്ല. അമിച്ചു കാണിച്ച പോലെ സ്പില്ലിങ് ഇല്ല ഇതിൽ, ഈ ജാറിൽ. അപ്പം ചെറിയൊരു പിശുക്ക് ബ്രെയിൻ എന്റെ ഉണർന്നു. ഇതായിട്ട് പ്രത്യേകം ഒരു ക്യാൻ വാങ്ങണ്ടല്ലോ ആ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിങ് കൊണ്ടുവന്നു കേട്ടോ. ഈ ഫ്രൂട്ട് ബേയിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ ക്യാൻ കിട്ടും. ഇതുപോലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര എക്സ്ട്രീം എക്സോസ്റ്റഡ് ആവും. അപ്പം നമുക്ക് ഇതുപോലെ ജ്യൂസ് ഒക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ നല്ലതാണ്. വേണമെങ്കിൽ കൊണ്ടുപോവാം. അപ്പൊ ഇനി അടുത്ത തവണ എനിക്ക് ഡ്രസ്സിന് പോണം. ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടിയില്ല. അപ്പം സമയവും കിട്ടിയില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണല്ലോ, അമിഷുവിന്റെ തന്നെ ഫുൾ അമിഷുവിന്റെ ബഹളമായിരുന്നു. അമിഷുവിനെ അവിടെ കയറ്റുക ഇത് കയറ്റുക അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഉച്ചയ്ക്ക് കഴിച്ച് വീണ്ടും അമിഷുവിന്റെ കൂടെ ഫണ്ടുറയിൽ പോയി അവിടെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാം ടയർഡായി. ഫുഡ് കഴിച്ചിട്ട് ഞാൻ റോക്ക് ക്ലൈംബിങ് ചെയ്തു. ഫുഡ് കഴിച്ച ഉടനെ ആയതുകൊണ്ട് ഞാൻ പകുതി വരെ കയറിയുള്ളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആകെ ഇത്ര സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഷോപ്പിങ്ങിന്. അല്ലല്ല, അച്ഛയ്ക്കും അച്ചാച്ചനും 2 ഷർട്ട്സ് എടുത്തിട്ടുണ്ട്. അതുണ്ടോ ഇവിടെ? ഇങ്ങനെ എടുത്തിട്ടോ. അപ്പൊ അവര് നമ്മളെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡ്രസ്സ് നോക്കാനായിട്ട് കയറുന്ന സമയത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. അപ്പൊ അവര് 2 ഷർട്ട്സ് എടുത്തിട്ടുണ്ട്. ലിജോ ഏട്ടൻ 2 പാൻസ് അങ്ങാണ്ട് എടുത്തിട്ടുണ്ട്, ജീൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അച്ചാച്ചന്റെ ഷർട്ട്സ് ആണ്. അച്ചാച്ചൻ എല്ലാം ലൈറ്റ് ഷെയ്ഡ് ഷർട്ടുകളാണ് ഇടുന്നത്. അപ്പൊ ഇത് അച്ചാച്ചന്റെ ഷർട്ടാണ്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേതാ ലൂയി ഫിലിപ്പിന്റെ LPയുടെ ആണ്. പിന്നെ ഇത് അച്ചാച്ചന്റെ വേറൊരു എലൻസൊള്ളിയുടെ ആണ്. ഇതും ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അച്ഛൻ എല്ലാം ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് അങ്ങനെയുള്ളതൊക്കെയാണ് എടുക്കുക. ഇത് ഞാൻ റോക്ക് ക്ലൈംബിങ് ചെയ്തല്ലോ, അപ്പൊ അവര് ഇട്ടുന്ന സോക്സ് ആണ്, അത് ഫ്രീ ആണ്. അത് ശരിയാട്ടോ. ആമിച്ചുന്റെ മറ്റേ ഫണ്ടുറയില് നമ്മള് ആമിച്ചുനെ ടാമ്പോളിന് കയറിയപ്പോഴും അവിടെ ഇടാൻ അവർക്കൊരു ഗ്രീൻ സോക്സ് കൊടുത്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരിങ്ങനെ തിരിച്ച് നമുക്ക് ആ സോക്സ് ഇങ്ങനെ വീട്ടിൽ തന്നു വിടും. പിന്നെ വേറെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, സോക്സ് അല്ലേ. ഇതും അതുപോലെ നമ്മള് റോക്ക് ക്ലൈംബിങ്ങിന് ചേർന്നപ്പോ അവിടെ ഇട്ടിരുന്ന സോക്സ് ആണ്, അതും അവരിങ്ങനെ തന്നു. അപ്പം 3000 രൂപയെങ്ങാണ്ടാണ് ഫണ്ടുറയിൽ നമ്മൾ ആ ഒരു കാർഡ് ഫുൾ എടുത്തത്. ഇനിയും ബാലൻസ് ഉണ്ട് കാർഡില്. അപ്പം നമുക്ക് തിരിച്ചു വന്നപ്പോ അവര് 2 സോക്സ് തന്നിട്ടുണ്ട് 1000 രൂപയുടെ കാർഡിന്. പക്ഷെ അങ്ങനല്ല കേട്ടോ, ഫുൾ ഫണ്ണായിരുന്നു. അമിച്ച് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഇത് എനിക്ക് ഫണ്ടൂറെ പോയപ്പോ എനിക്ക് കിട്ടിയതാണ്. ഇതില് 2 ബുക്സ് ഉണ്ട് കേട്ടോ. അതെ, നേരത്തെ പറഞ്ഞ സ്റ്റോറി ബുക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അമിച്ചു 1 ഡേ ഫുൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പം കുട്ടികളുടെയൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആക്കുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര എനർജറ്റിക് ആവും. ആ ഒരു ഫുൾ ഡേ അവരിങ്ങനെ കളിച്ച് തിമിർത്ത് ബഹളം വെച്ചൊക്കെ നടക്കുകയല്ലേ. അപ്പൊ അത് നമ്മൾ 3000 rupees അതിനുവേണ്ടി ചിലവാക്കിയതുമ്പോൾ നമുക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം അത്രമാത്രം കുട്ടി സന്തോഷമായി, അവൾ ഭയങ്കര ഹാപ്പിയായി എൻജോയ് ചെയ്ത്. അപ്പൊ അവൾക്ക് ലൈഫ് ലോങ്, അപ്പം നമ്മളിപ്പം ഒരു ദിവസം കൊണ്ടുപോയത് അവൾക്ക് ആ ഒരു മെമ്മറീസ്, ആ മൊമെന്റ്സ്, അവൾ അഡ്വഞ്ചർ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് എന്നും ഓർമ്മിക്കാമല്ലോ. അതൊക്കെ ഒരു മൊമെന്റ്സ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം.
ഈ ഇങ്ങനെയുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പൈസയൊക്കെ സേവ് ചെയ്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കാനും കുട്ടികൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂട്ടാനും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കുക. പിന്നെ നല്ല ഫുഡ് കൊച്ചുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുക, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളുടെ നമ്മളുടെ ഷോപ്പിംഗ് വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. ഇനി നമ്മളും ബെഗിങ് തുടങ്ങിയില്ലേ അമ്മച്ചു? സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് നമ്മളും ബെഗ് ചെയ്യാൻ തുടങ്ങി. അല്ല വേറെ വഴിയില്ല. നമുക്ക് 25K എത്രയും പെട്ടെന്ന് ആക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ, നമ്മൾ അതിനുള്ള ഒരു അഡ്വഞ്ചറിലാണ്. ഓക്കെ, അപ്പോ ശരി, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാ.